നമ്മുടെ മെട്രോ ഇതാ വരുന്നു. ഒറ്റാവിയാനോ എസ് പിയട്രോ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി. എന്നിട്ട് നമ്മൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. വത്തിക്കാൻ സിറ്റിയുടെ അടുത്തുള്ള കുറച്ച് റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ ആയിട്ട് ഇത് അപ്പുറത്തെ സൈഡും. നമ്മൾ നടക്കുന്നത് ഒരു മ്യൂസിയമുണ്ട്, വത്തിക്കാൻ്റെ ഒരു മ്യൂസിയമും പിന്നെ സെയിൻറ്റ് പീറ്റേഴ്സിൻ്റെ ബസിലിക്ക അങ്ങനത്തെ. അതെല്ലാം ആക്ച്വലി ഈ റോമിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് വത്തിക്കാൻ. ആക്ച്വലി റോം എന്ന് പറഞ്ഞൊരു ഇത് 2 കൺട്രിയുടെ ക്യാപിറ്റലാണ്. ഒന്ന് വത്തിക്കാൻ സിറ്റിയുടെ ക്യാപിറ്റലും പിന്നെ 2 ഇറ്റലിയുടെ ക്യാപിറ്റലും. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നടന്നു വരുന്നത് വത്തിക്കാൻ സിറ്റിയുടെ അടുത്താണ്. ഇവിടുന്ന് ഒരു 400 മീറ്ററോടെ നടന്ന് നമ്മുടെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലോട്ട് എത്തും. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ശരിക്കും യേശുക്രിസ്തുവിൻ്റെ 12 ഡിസൈപ്പിൾസിലെ മെയിൻ ഒരു ഡിസൈപ്പിളായിരുന്നു പീറ്റർ. അപ്പോൾ ആളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് പണിതതാണ്. കോൺസ്റ്റൻറ്റൈൻ എന്ന് പറഞ്ഞ ഒരു എംപറർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 300 AD കാലഘട്ടത്തിലും കണ്ട. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നടന്ന് അവസാനം നമ്മുടെ വത്തിക്കാൻ സിറ്റി എത്തി. ഇതാണ് ദ കപ്പോള ഡോം വത്തിക്കാൻ സിറ്റിയിലെ. ഇവിടുത്തെ ഒരു മെയിൻ ഒരു വാട്ടർ ഫൗണ്ടൻ ഏരിയ. ഇവിടെയാണ് നമ്മുടെ പോപ്പൊക്കെ ഉള്ളത്. ശരിക്കും ഉണ്ടല്ലോ, വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു കൺട്രിയാണ്, ഒരു ലോകത്തിലേക്കും ഏറ്റവും ചെറിയ കൺട്രിയാണ്, ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. മൊത്തത്തിൽ ഇവർക്കൊരു 800 പോപ്പുലേഷൻ കാണും. 800 സംതിങ് ആൾക്കാരേ ഉള്ളൂ ഇവർക്ക് ഈ രാജ്യത്ത്. ബൈ ബർത്ത് രജിസ്ട്രേഷൻ കിട്ടില്ല. ഇവിടെ അപ്പോയിൻ്റ് ആയിട്ട് ഇവിടുത്തെ ഡ്യൂട്ടീസിനായിട്ട് വരുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അവരുടെ ഡ്യൂട്ടിയും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ സിറ്റിസൺഷിപ്പ് സ്ട്രിപ്പ് ചെയ്യും. ശരിക്കും 1 മണിക്കൂറും കൊണ്ട് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നടന്നെത്താൻ പറ്റുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. ഇറ്റലീൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഇറ്റലീൻ്റെ ഉള്ളിൽ റോമിൻ്റെ ഉള്ളിലാണ്. സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത ആർക്കിടെക്ചറലാണ് കേട്ടോ. ആർക്കിടെക്ചറൽ ബ്യൂട്ടീസാണ് ഇവിടെ. ഇവർക്ക് ഇവരുടേതായ ഫ്ലാഗ് ഉണ്ട്. ഇവർക്ക് പ്രിസൺസ് ഒന്നുമില്ല കേട്ടോ. പ്രിസൺസ് എല്ലാം റോമാണ് നോക്കുന്നത്. ശരിക്കും ഒരു 120 ഏക്കർ അടുത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്രയ്ക്കും വലുതല്ല, സ്ഥലം ഇച്ചിരി കുറവാണ്. റോമിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമാണ്, പക്ഷേ പറയുമ്പോൾ അതൊരു കൺട്രിയാണ്. ഇപ്പം ഇറ്റലീൻ്റെ ഉള്ളിൽ ഒരു കൺട്രി. ഇതിനകത്ത് ഒരുപാട് സാധനമുണ്ട് കേട്ടോ, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ട്. പോപ്പ് നിൽക്കുന്ന സ്ഥലമുണ്ട് വത്തിക്കാൻ സിറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഉണ്ട്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് വത്തിക്കാൻ സിറ്റിയുടെ ഉള്ളിൽ. പറഞ്ഞോട്ടെ, അവർക്ക് ഹോസ്പിറ്റൽസ് എല്ലാം റോമിനെ ഡിപ്പെൻഡൻ്റാണ്. പോപ്പിൻ്റെ ഇവിടെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നത് സ്വിസ് ഗാർഡാണെന്നാണ് പറയപ്പെടുന്നത്. പോപ്പിൻ്റെ ഇവിടെ പ്രൊട്ടക്ഷൻ സ്വിറ്റ്സർലൻഡിൻ്റെ ഗാർഡ്സാണ്, സ്വിസ് ഗാർഡ്സാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം വൈകുന്നേരം സമയമാണ്. എനിക്ക് തോന്നുന്നു സൺഡേ ഒക്കെ ആയിരിക്കും. ഇടയ്ക്ക് ഏതൊരു സ്ഥലമുണ്ട് പോപ്പ് വരുമ്പോഴത്തേക്ക് ആൾക്കാർ കാണും, ആൾക്കാർ പറയും. ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. കുറച്ച് നടക്കാൻ എക്സ്പ്ലോർ ചെയ്യണം നമുക്ക്. സത്യത്തിലുണ്ടല്ലോ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കണ്ടതല്ല, ഞാൻ വന്നത് വെച്ചിട്ടുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഭയങ്കര ക്രൗഡഡാണ് ഇറ്റലി. നല്ല ആളാണ് എല്ലാ സ്ഥലത്ത് പോയാലും. ഇപ്പോൾ നമ്മൾ നോർവേ എടുത്തോ, നെതർലൻഡ്സ് എടുത്തോ, ഗ്രീസ് എടുത്തോ, സ്വിറ്റ്സർലൻഡ് എടുത്തോ, അതിലൊന്നും ഇത്രയും ക്രൗഡില്ല. എനിക്ക് തോന്നുന്നു സമ്മർ ആയതിൻ്റെ ഒരു ഫാക്ടറുണ്ട്. ഇറ്റലിയിലോട്ട് ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണെന്ന് തോന്നുന്നു. ബട്ട് ഒരു രക്ഷയില്ലാത്ത ക്രൗഡ്. നമുക്ക് എവിടെ പോയാലും ആൾക്കാർ കാരണമേ. ഇപ്പം ഒന്ന് നോക്കി, അതിൻ്റെ അകത്ത് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറെങ്കിലും എടുക്കാം. ക്യൂ കാണുന്നുണ്ടോ? ഓക്കെ, എന്തോരോ ആൾക്കാരാണ് നോക്കുക ഉള്ളിലോട്ട് കയറാൻ നിൽക്കുന്നത്. ആ ലൈന് അങ്ങ് വരെ പോകുന്നുണ്ടോ? അങ്ങ് വരെ ആൾക്കാരാണ്. ഈ നടന്ന് കയറുന്നതാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ശരിക്കും സാധാ ദിവസങ്ങളിലൊക്കെ, നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ 2-3 മണിക്കൂർ എടുക്കും അവിടുത്തെ സെക്യൂരിറ്റി ക്ലിയറൻസ്. അത്രമാത്രം ക്യൂ ഉണ്ട്. പക്ഷേ ഇന്ന് ഒരു 15-20 മിനിറ്റ്സ്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ബേസിക്കലി ഫ്രീ ആണ് നമുക്ക് ആക്സസ്. പിന്നെ വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് ചർച്ച് എന്നാണ് അറിയപ്പെടുക. കാണുന്ന എംപററിൻ്റെ ഒരു സ്റ്റാച്ചു ആട്ടോ. ആ എംപറർ നെറോ ആണ് നമ്മുടെ സെയിൻറ്റ് പീറ്ററിനെ എക്സിക്യൂട്ട് ചെയ്യാൻ
AD 300-200 കാലഘട്ടത്തിൽ പറഞ്ഞത്. എന്നിട്ട് കോൺസ്റ്റൻറ്റൈൻ എന്ന് പറഞ്ഞ അതിന് ശേഷം വന്ന എംപറാണ് സെയിൻറ്റ് പീറ്ററിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ചർച്ച് പണിതത്. ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് കാണുന്ന കാഴ്ചയാണ്. അവിടെ വരെ ഫുള്ള് റോഡൊക്കെ കാണാം. ഉള്ളിലത്തെ ആർക്കിടെക്ചറൊക്കെ നോക്കിയേ. എൻ്റെ ഹിസ്റ്ററി ശരിയാണെങ്കിൽ 1500 കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു ഇതല്ല ഫസ്റ്റ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, 300 AD കാലഘട്ടത്തിൽ പണിതത് ഒരു 1200 ഇയേഴ്സ് വരെ നിന്നു. അതിനുശേഷം ആണ് രണ്ടാമത്തെ ഇത് പണിയുന്നത്. ഐ തിങ്ക് 1500 ആയിരിക്കും AD ആ സമയത്ത്. ഇത് ഏൽപ്പിച്ചേക്കുന്നത് മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റും വേറെ കുറേ. മൈക്കൽ ആഞ്ചലോ ഫേമസ് അല്ലേ? ഐ തിങ്ക് നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവരുടെ ഒരു സിസ്റ്റീൻ ചാപ്പലുണ്ട്, ഫേമസ് ആയിട്ട് ആളുടെ ഡ്രോയിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മൈക്കൽ ആഞ്ചലോ പെയിൻറ്റ് ചെയ്ത കുറേ ഫേമസ് ഡ്രോയിങ്സ് ഉണ്ട്. ഇവിടേക്കാളിലും കൂടുതൽ സിസ്റ്റീൻ ചാപ്പൽ എന്ന് പറഞ്ഞതിൻ്റെ പുറത്തൊരു ചാപ്പലുണ്ട്. ഇത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉൾഭാഗമാണ്. അടിപൊളിയായിട്ടാണ് കാണാൻ. നമ്മൾ ബ്രെത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞോട്ട് കിട്ടില്ല. സെയിൻറ്റ് പീറ്ററിൻ്റെ റിമൈനിങ്സ് ഒക്കെ അവിടെ ഒരു ഓൾട്ടർ ഉണ്ട്. ആ ഓൾട്ടറിൻ്റെ കീഴിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിടയ്ക്ക് എപ്പോഴൊക്കെ അവരെടുത്ത് പുറത്ത് വെക്കുമെന്നാണ് പറയുക. ഭയങ്കര ഒരു അമേസിങ് ഫീൽ കേട്ടോ ടു ബി ഇൻസൈഡ് ദിസ് പ്ലേസ് ദാറ്റ് ഇസ് ഓൾ സോ മച്ച് ഓഫ് ഹിസ്റ്ററി. ഒരു രക്ഷയില്ലാത്തൊരു എന്താ ഇതിനകത്ത് കാണാൻ. ഇപ്പോൾ നോക്കി ഈ ഫ്ലോറൊക്കെ നോക്ക്, അത് ചെയ്തേക്കുന്ന ആൾക്കാരും അവിടോട്ട് കുറേ ഡ്രോയിങ്സും. മൈക്കൽ ആഞ്ചലോ ടു റഫായൽ മാസ്റ്റർ ആർക്കിടെക്ട്സാണ് ഇത് ബിൽഡ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര അടിപൊളിയാണ് കാണാൻ കേട്ടോ. ഐ തിങ്ക് ഇതിൻ്റെ ക്യാമറ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഒരു ബ്യൂട്ടി കിട്ടില്ല. അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ നേരിട്ട് എന്തായാലും കാണുന്നൊരു വേറൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു കാണാനും അതിൻ്റെ ഒരു ഫീലും ഭയങ്കര ഒരു വ്യത്യസ്ത രീതിയിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സെയിൻറ്റ് പീറ്ററിൻ്റെ മീൻസ് ഉണ്ടെന്ന് പറയുന്നു. ഏതൊരു സ്പെഷ്യൽ കണ്ടുപിടിച്ച പിന്നെ എനിക്ക് അവർ അറിയുന്നത് 1991 ഫോംസിനെ ഈ ഒരു സെയിൻറ്റ് ബസിലിക്കയുടെ താഴെ വെറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസും വറ്റിക്കാൻ സിറ്റി, റോമിൻ്റെ ഏറ്റവും വിസിറ്റഡ് ആയിട്ടുള്ള ചർച്ചസും വേൾഡിലെ ഏറ്റവും മികച്ച ചർച്ചസും ഒന്നാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇത് അഞ്ചൊരു കൺട്രിയാണ് വറ്റിക്കാൻ സിറ്റി. എൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെയാണ് എൻ്റെ താഴത്തോട്ടാണ് ദ ടോംബ് ഓഫ് സെയിൻറ്റ് പീറ്റർ എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഡിസൈനിങ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവർ മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് റഫായലും ഇവർ ഫിനിഷ് ചെയ്തേക്കുന്നത്. കാണാൻ എന്തൊരു ഭംഗിയാണ്. ഈ സൈഡിലോട്ടാന്ന് തോന്നുന്നു, ഈ മുന്നോട്ടാണ് മാസം കാര്യങ്ങളൊക്കെ നടക്കുക ഇവിടെ വെച്ച്. നേരത്തെ പറഞ്ഞതെന്നൊന്നറിയില്ല, ഇതും ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ 91 പോപ്പുകളെ ഇവിടെ ഇതിൻ്റെ അടിയിലോട്ടാണ് ബറി ചെയ്തേക്കുന്നതെന്നാണ് പറയപ്പെടുക. അവിടെ ഒരു സ്റ്റെപ്പുണ്ട് നേരെ താഴെ പോകുന്നത്. ഇതിൻ്റെ അടിയിലാണ് അവരുടെ റിമെയിൻസ് ഉണ്ടെന്ന് പറയാം. കുറേ ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാരിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഓരോ ഓൾട്ടേഴ്സ് പോലെ. വലിയൊരു ചോച്ചാട്ടോ. ഉള്ളിൽ നിന്ന് ഫുള്ള് ഇതൊക്കെ ഏതോ വലിയ ഡിഗ്നിറ്ററീസാണ്, അവരും വിസിറ്റ് ചെയ്യാൻ വന്നേക്കുക. ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആയതുകൊണ്ട് വൈകുന്നേരം അത്രയും തിരക്കില്ല. എൻ്റെ ഒരു അറിവിൽ സൺഡേ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക. ഞായറാഴ്ച പിന്നെ
പിന്നെ കാണുന്ന ഒരു ദിവസമുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്രൗഡാവും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൽ ആക്ച്വലി അപ് ടു 80,000 ആൾക്കാരെ ഹോൾഡ് ചെയ്യുമെന്നാണ് പറയാം. എന്താല്ലേ, വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് കൺട്രി, അതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചർച്ച്. അങ്ങനെ റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, റോമിലല്ല വെറ്റിക്കാൻ സിറ്റിയില്ലേ ശരിക്കും, അവിടുന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. ചർച്ചിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നി. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പോപ്പിൻ്റെ ഇവിടെ പ്രൊട്ടക്ഷനായിട്ട് സ്വിസ് ഗാർഡ്സ് ആണ്. ഇത് അവർ തമ്മിൽ പണ്ട് ഒരിതായിരുന്നു, എനിക്ക് തോന്നുന്നു 150 പ്ലസ് ആയിരുന്നു ഉള്ളത്. നമ്മൾ ഇറങ്ങി, അവിടുന്ന് എല്ലാം കഴിഞ്ഞു, നമ്മൾ പുറത്ത് വന്നു. ഇനി നമ്മൾ താഴത്തോട്ട് പോകുമ്പോഴല്ലോ, ആ ഫൗണ്ടൻ ഏരിയയിൽ റോണി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, അവിടെ കുറച്ച് വൈറ്റ് സ്പോട്ട്സ് ഉണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് ഫേമസ് അത്രേ, ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ കോളം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സ്പോട്ടുണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ ഇവിടെ താഴെയാണ്, അവിടോട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ ഈ പില്ലേഴ്സ് കണ്ടോ, ഈ പില്ലേഴ്സ് തമ്മിൽ, ഇതൊരു ഫേമസ് സാധനം കേട്ടോ ഇവിടെ. ഈ പില്ലേഴ്സ് തമ്മിൽ കറക്റ്റായിട്ട് എല്ലാ ആംഗിളിൽ നിന്ന് അലൈനായി നിൽക്കില്ല, ഒരൊറ്റ പോയിൻ്റ് ഉണ്ട്. ഈ ഫൗണ്ടൻ്റെ ഇവിടുത്തെ ഈ സ്പോട്ടാണ്. ഈ സ്പോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഒറ്റ പില്ലറല്ലേ കാണുന്നുള്ളൂ, എല്ലാം ഒറ്റ ഇതിൽ കാണാം. വേറെ എവിടെ നിന്ന് കണ്ടാലും പുറകോട്ടുള്ള 2-3-4 തൂണ് കാണാം. ആ ഒരൊറ്റ വൈറ്റ് സ്പോട്ടിൽ നിന്ന് നമുക്ക് എല്ലാം സിമിലറായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന് ആ നിൽക്കുന്ന വൈറ്റ് സ്പോട്ട് അതായിട്ട് വന്നിട്ട് ആൾക്കാർ നിൽക്കും, എന്നിട്ട് ആ എല്ലാ കോളംസ് എല്ലാം ഒറ്റ ഇതിൽ വെച്ച് കാണാം. ഏകദേശം വറ്റിക്കാൻ സിറ്റിനോട് ടാറ്റ പറയുക. നമ്മളിനിയിപ്പം തിരിച്ച് നടക്കണം നമ്മുടെ മെട്രോ വരെ. സമയമുണ്ടല്ലോ, ഇവിടെ ഒരു ഏകദേശം 8 ആവുന്നു. നോക്കിയേ, എന്തോ ഒരു സൂര്യൻ എപ്പോഴും 8:45 ലേറ്റ് സമ്മേഴ്സാണ്, നല്ല വെയിലാണ്. ഓൾമോസ്റ്റ് 8 മണിയാവുന്നു. നമ്മളിനിയിപ്പം മെട്രോ പോയിട്ട് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകണം, റെസ്റ്റ് എടുക്കണം. നാളെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല കുറച്ച് സ്ഥലങ്ങളും കാണാം. ഇവിടെയൊക്കെ കുറേ സുവിനിയേഴ്സും, നമ്മൾ ബേസിക്കലി ഇവിടെ നിന്ന് ഇറങ്ങി വരുമല്ലേ, അപ്പം ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ ഒരു ഇവിടെ നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഫുള്ള് ഷോപ്പിങ്ങും സുവിനിയേഴ്സും ഫുഡും. നമ്മൾ അങ്ങോട്ട് അങ്ങനെ നടക്കുന്നത് ആ ഒരു സ്ട്രീറ്റാണ്. പിന്നെ കുറേ ഉടായ്പും ഇഷ്ടംപോലെ പറ്റിപ്പും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഫോൺ അടിച്ചുകൊണ്ട് പോകല്ലേ, പിക്ക് പോക്കറ്റിങ്, കുറേ ഫ്രോഡ് പരിപാടി. പല സ്ഥലത്തുനിന്ന് ആൾക്കാരൊക്കെ കയറിയിട്ടെ. പോലീസും പക്ഷേ കണ്ടിട്ട് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, അവർ കണ്ടാത്ത ഭാവം. ഇഷ്ടംപോലെ പോലീസ് പ്രൊട്ടക്ഷൻ വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. അതാണ് നമ്മൾ ചെന്ന് അവിടെ ഒരു കപ്പോള ഉണ്ട്, ഒരു ഡോം പോലെ, എന്നിട്ടാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലോട്ട് നമ്മൾ കയറുക. കണ്ട അവരുടെ ഒരു പോലീസ് വണ്ടി, വറ്റിക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം പോലീസ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടുന്ന് ഇനിയും മെട്രോ സ്റ്റേഷൻ പോകണം. മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കുറച്ച് സ്റ്റേഷൻസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേഷൻ മെയിൻ ഒരു സ്റ്റേഷനാണ്, റോമ ടെർമിനി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. നല്ല ക്ഷീണം, നല്ല ടയർഡല്ലേ. നമ്മൾ രാവിലെ ഏകദേശം ഒരു 5 മണിക്ക് ഇറങ്ങിയതല്ലേ ഗ്രീസിൽ നിന്ന്. അപ്പോൾ നേരെ എത്തി, നല്ല ടയർഡുണ്ട്. അപ്പോൾ നാളെ രാവിലെയും എല്ലാം പ്ലാൻ പ്രകാരമാണെങ്കിൽ നമ്മളൊരു 6-6:30 ആകുമ്പോൾ ഇറങ്ങും. നമ്മൾ ഉദ്ദേശിച്ച നാളത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, നല്ല കുറച്ച് സ്ഥലങ്ങളാണ്. ഇറ്റാലിയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ പിസ്സ കഴിക്കാതെ എങ്ങനെയാണ് പോവുക. ഞങ്ങളിവിടെ പോകുന്ന വഴിക്ക് നല്ലൊരു വുഡും കൊണ്ട് ഉണ്ടാക്കുന്ന, അല്ലേ വുഡ് ഓപ്പനിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ട്രഡീഷണൽ ഇറ്റാലിയൻ പിസ്സ കഴിക്കാം. ഇനി ഒരു ദിവസം പാസ്തയും കൂടെ കഴിക്കണം പോകുന്നതിന് മുന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു. നല്ല പിസ്സ ആയിരുന്നു, സീ ഫുഡ് ടൈപ്പ് പിസ്സ. ഇനിയിപ്പോൾ ഒരു ഹാർഡ്ലി 3-4 മിനിറ്റ്സ് കഴിഞ്ഞാൽ മെട്രോ എത്തി റൂം എത്തുക. ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുക. നാളെ ഒരു അടിപൊളി കുറച്ച് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇറ്റലിയിൽ നിന്ന്